ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ഫാമിലി. ഇന്ന് ഏട്ടനും മക്കളൊക്കെ വീട്ടിലൊരു ദിവസമായിട്ടോ. അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ആയിട്ടൊന്ന് കാണുന്നത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ. രാവിലെ ഏട്ടൻ മലപ്പുറത്തേക്ക് പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ മക്കൾ വേഗം പിന്നാലെ കൂടിയിട്ടോ ഞങ്ങളുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഞാനും പോയിട്ടോ കൂടെ. ഏട്ടൻ്റെ കുളിയൊക്കെ കഴിയുന്ന സമയം കൊണ്ട് ഞാൻ വേഗം വണ്ടി പോർച്ചിന്ന് പുറത്തേക്ക് ഇറക്കണ പ്രകടനമായിട്ടായി കാണുന്നത്. ഇതുപോലെ കുറച്ചൊക്കെ എടുത്ത് വെക്കും. ഇവിടെ അടുത്തത് ചുങ്കം വരെ അങ്ങാടിക്കൊക്കെ ഒന്ന് പോയി വെക്കുന്നല്ലാതെ ഒറ്റയ്ക്ക് എങ്ങോട്ടും പോകില്ല കേട്ടോ. ഒറ്റയ്ക്ക് പോകാൻ എന്തോ ഒരു ധൈര്യക്കുറവ് പോലെ. ആ പോർച്ചിൻ്റെയും കാറിൻ്റെ ഇടയിൽ കൂടെ വേണം വണ്ടി ഒന്ന് ഇറക്കാൻ. താഴെ ഇതാ ഒരു കവുങ്ങുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ സാഹസികമായിട്ട് വേണം കേട്ടോ വണ്ടി ഇറക്കണമെങ്കിൽ. എന്നാൽ തന്നെ കവുങ്ങിനൊന്ന് ചാരിയിട്ടുണ്ട്. ഒറ്റയ്ക്കൊരു ദിവസം പോകും. ഇപ്പം ഏട്ടൻ്റെ കൂടെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. നന്ദുട്ടി നല്ല ഉറക്കാണേ, അപ്പോൾ ഓള് പോന്നിട്ടില്ല. അപ്പം ഞങ്ങൾ മാത്രം വേഗം ബൈക്കുമ്പോൾ തന്നെ ഏട്ടാ പോയത്. ഏട്ടാ ഞാൻ പോകുന്നുണ്ട് വേണേ പോലെ പറഞ്ഞപ്പോൾ വേഗം ഒന്നും നോക്കിയില്ല, പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിൽ നിന്നോ. അപ്പോൾ പിന്നെ പണിക്കൊന്നും കടന്നില്ല കേട്ടോ. പോകുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ, മഴയൊന്നുമില്ല. ഇത് ഷാജി ബസ്സാട്ടോ, മലപ്പുറത്തുനിന്ന് ചുങ്കത്തേക്കുള്ള ബസ് അതാണേ. രാവിലെ തന്നെ ആയതുകൊണ്ടേ വണ്ടികളും ഒക്കെ കുറവാണ്, തിരക്കൊന്നും ഇല്ലാത്ത നല്ലൊരു തണുപ്പുള്ളൊരു അന്തരീക്ഷം. ഇതാട്ടോ മലപ്പുറത്തിൻ്റെ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞ KSRTC ടെർമിനൽ. നല്ല സൗകര്യങ്ങളൊക്കെ കൂടിയിട്ടുള്ളതാണ് പറഞ്ഞു, പുറമെ അങ്ങനെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ മാർക്കറ്റിലെത്തിയേ മുട്ടപ്പാഡ്സ് ആട്ടോ വാങ്ങാൻ വന്നത്. മുട്ടപ്പാഡ്സ് കിട്ടണമെങ്കിൽ രാവിലെ നേരത്തെ വരണേ, അപ്പോഴേ അവിടെ പാഡ്സ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ സാധാ പാഡ്സ് കിട്ടും, അത് പിന്നെ വലിയ ആർക്കും ഇഷ്ടമല്ലേ. പിന്നെ എണ്ണക്കടി വേണം പറഞ്ഞിട്ടോ കുട്ടികൾക്ക്, ചായക്കടി വേണം പറഞ്ഞപ്പോൾ ഒരു ചായക്കടി വാങ്ങി ചായ കുടിക്കുക പറഞ്ഞപ്പോൾ ചായ കുടിക്കണ്ട, കടി മേടിച്ചിട്ട് വീട്ടിൽ പോവാം, വീട്ടിൽ നിന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. ചേച്ചി വീട്ടിൽ ഉറങ്ങുകയല്ലേ. ചേച്ചി ഒറ്റയ്ക്കല്ല കേട്ടോ, വേറൊരു ചേച്ചിയും കൂടെ ഉണ്ടേ. പിന്നെ പെട്ടെന്ന് ചായ വെച്ചിട്ട് ഓവനിലാണ് വെച്ചതേ. ചായയും ഇത് കടിയും കുടിച്ച് പിന്നെ അധികം വീഡിയോസൊന്നും പിന്നെ സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ വൈകിച്ചത് വേഗം ഉണ്ടാക്കി ഏട്ടനും കൂടി തന്നു. ഉള്ളി എരിയാനും അങ്ങനെ ചതയ്ക്കാനൊക്കെ ഏട്ടനും കൂടി തന്നു. വേഗം പിന്നെ കറിയാക്കി കേട്ടോ. കറിയാക്കി പൊറാട്ടയും കൂട്ടിയാണ്ട് പിന്നെ ഒരു ചായ കുടി. നിലത്തിരുന്നിട്ട് തന്നെ കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക. എല്ലാവരും കൂടി ആകുമ്പോൾ നിലത്ത് വട്ടത്തിൽ ഇരിക്കാനാട്ടോ ഇഷ്ടം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഈ മുട്ട ഇങ്ങനെ എടുത്ത് തിന്നാൻ ഇഷ്ടമുള്ളതുകൊണ്ടാട്ടോ. ഇവിടെ 2 ടേബിളുണ്ട് കേട്ടോ. അടുക്കളയിലൊരു ടേബിളുണ്ട്, പിന്നെ ഡൈനിങ് ഹാളിലൊരു ടേബിളുണ്ട്. രണ്ടെണ്ണം ഉണ്ടായിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ നിലത്തിരുന്ന് വട്ടത്തിരുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ. പിന്നെ ഞായറാഴ്ച ശനിയാഴ്ച ആഴ്ചയിലൊരു ദിവസമുള്ള പരിപാടി കേട്ടത് നഖം വെട്ടൽ. 3 ആളെ നഖം വെട്ടും കേട്ടോ. നന്ദുട്ടിക്കും കിച്ചുവിനൊക്കെ നഖം വെട്ടാണ്ടാവും. കുട്ടിക്ക് തീരെ നഖം വെട്ടാണ്ടാവില്ല. ഓള് മുഴുവനായിട്ടും കടിച്ച് തിന്നാൻ തോന്നുന്നു. കാലുമത്തെ നഖമൊക്കെ വെട്ടാനുണ്ടാവും, പക്ഷെ കയ്യുമത്തെ കിട്ടൂല കേട്ടാ. കിച്ചുവിൻ്റെ കയ്യിൽ മൈലാഞ്ചി ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇങ്ങനെ കാണുന്നത് ഇപ്പോഴാട്ടോ ഞങ്ങൾക്ക് ശ്രദ്ധിച്ചത്. അവന് താറാണ് ഇഷ്ടം, അവൻ എപ്പോഴും താറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ചേച്ചീനെ കൊണ്ട് അത് മൈലാഞ്ചി ആക്കിയാണ്ട് കയ്യും വെട്ടതാട്ടോ. ഇനി അതൊന്ന് പച്ച കുത്തണം എന്നാണ് അവൻ്റെ ആഗ്രഹം. ആൾക്കാരൊക്കെ കയ്യുമ്മ കാണൂല അമ്മ അങ്ങനെ ഒട്ടിച്ച് വെച്ചത് പറയും. ദൈവക്കുട്ടീൻ്റെ കൈ കണ്ടില്ലേ, ഒന്നുമില്ല. ചായടി കഴിഞ്ഞപ്പോൾ പിന്നെ അവന് വണ്ടി എടുക്കണം കേട്ടോ. പിന്നെ വണ്ടിമേലായി. ഏറ്റവും വീട്ടിലുള്ള ദിവസമേ വണ്ടി പുറത്തിറക്കുള്ളൂ കേട്ടോ, അല്ലാത്തപ്പോൾ അത് കോണീൻ്റെ ലാൻഡിങ്ങും അവിടെ വിൽക്കുള്ളേ. ഒറ്റയ്ക്ക് ഇറക്കി കൊടുക്കാൻ പേടിയാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.